മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. തമ്മിൽ തമ്മിൽ കണ്ടാനന്ദിക്കും നാൾ, നമ്മൾ കണ്ണുനീർ തുടച്ചിടും നാൾ. എന്നോ കാണുമോ, എന്നോ സാധ്യമോ, അന്നോ തീരുമെൻ പാരിൻ ദുരിതം, അന്നോ തീരുമെൻ പാരിൻ ദുരിതം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്ന് അറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാം കാവലും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഈ വേദഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ അസാധ്യങ്ങളായ കുറേ കാര്യങ്ങളാണ് കാണുന്നത്. പിറ്റേ ദിവസം പത്രോസിനെ ജനത്തിനു മുമ്പിൽ കൊണ്ടുവന്ന ശേഷം കൊല്ലാനിരിക്കുകയാണ്. പക്ഷേ പത്രോസ് തലേ രാത്രിയിൽ സുഖമായി ഉറങ്ങുകയാണ്. അത് സ്വാഭാവികമായി അസംഭവമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് സകല ബുദ്ധിയും കവിയുന്ന സമാധാനം ദൈവം നൽകും എന്നതിവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ദൂതൻ കതക് തുറക്കാതെ അകത്തിയെല്ലും ആത്മരൂപിയാണ് എന്ന് നമുക്കറിയാം. ആ ദൂതൻ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. പത്രോസ് മാത്രം ഉണരുന്നു. വലിയൊരു വെളിച്ചം അവിടെ മിന്നിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വെളിച്ചം മിന്നിയിട്ടും പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്ന പടയാളികൾ ഉറക്കമുണർന്നില്ല. പത്രോസിനെ ഉറക്കം എഴുന്നേൽക്കാൻ സഹായിച്ച ദൂതൻ ഈ പടയാളികൾക്ക് ഗാഠനിദ്ര വരുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ദൈവം അസാധ്യ കാര്യങ്ങളെ സാധിപ്പിക്കുന്നവനാണ്. പത്രോസിനോട് പറഞ്ഞു, നീ ചെരുപ്പിട്ടുകൊള്ളുക. നമ്മുടെ ചെരുപ്പിനെക്കുറിച്ച് പോലും കർത്താവിന് ചിന്തയുണ്ട്. ഇസ്രായേൽ മക്കൾ 40 വർഷമാണ് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തത്. പക്ഷേ അവരുടെ ചെരുപ്പ് പഴകാൻ ദൈവം സമ്മതിച്ചില്ല. അപ്പോൾ നമ്മുടെ ചെരുപ്പിൻ്റെ കാര്യത്തിൽ പോലും ദൈവത്തിന് ശ്രദ്ധയുണ്ട് എന്നാണ് വേദപുസ്തകം പറയുന്നത്.
പിന്നീട് പത്രോസിനോട് പറഞ്ഞത്, നിൻ്റെ വസ്ത്രം പുതച്ച്, അത് മേലങ്കയാണ്, അത് പുതപ്പായിട്ട് ഉപയോഗിച്ചു കൊള്ളുക. തണുപ്പുള്ള കാലമാണ്. കാരണം പെസഹ എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യത്ത് വിൻ്ററിൻ്റെ, തണുപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് നീ തണുപ്പ് സഹിക്കേണ്ട, നീ ആ പുതപ്പ് പുതച്ചുകൊള്ളുക എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ പുതപ്പിൻ്റെ കാര്യത്തിലും ദൈവത്തിന് ശ്രദ്ധയുണ്ട്. അവർ ആ കാരാഗൃഹത്തിൻ്റെ 1-ാം കാവൽ കടന്നു. അവിടെ പടയാളികളുണ്ട്, അവർ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവർ ഉറങ്ങുകയാണ്. 2-ാം കാവൽ കടന്നു. പടയാളികൾക്ക് ഒരനക്കവുമില്ല, കാവൽക്കാർക്ക്. 3-ാമത്തെ വാതിൽ ഇരുമ്പ് വാതിലാണ്. അത് വഴിയിലേക്ക് ഇറങ്ങുന്ന, തെരുവിലേക്ക് ഇറങ്ങുന്ന ആ സ്ഥലത്താണുള്ളത്. അത് താനേ തുറന്നു. എല്ലാം അസാധ്യ കാര്യങ്ങൾ. ദൂതൻ പത്രോസിനോട് കൂടെ കുറച്ച് സമയം സഞ്ചരിച്ചു. ഒരു തെരുവ് മുഴുവനും പത്രോസിനോടുകൂടി നടന്ന ശേഷം ദൂതൻ അപ്രത്യക്ഷനായി. ഇനി പത്രോസിന് വഴിയറിയാം. പത്രോസ് പോകേണ്ടത് സഹോദരന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട്ടിലേക്കാണ്. ഇതെന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നാം ആത്മാർത്ഥമായി ദേവദാസന്മാർക്ക് വേണ്ടിയും അതുപോലെ ആത്മീക വിഷയത്തിനു വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങളെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും അധികം പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ മറിയയുടെ വീട്ടിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ദൈവം അങ്ങോട്ടയച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിൽ നമുക്കൊരു വാശി വേണം. ഞാനായിരിക്കണം ആ ദൈവദാസന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി, ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാനായിരിക്കണം ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചിന്തയും ഒരു വാശിയും നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിലേക്കാണ് പത്രോസ് ചെല്ലുന്നതും വാതിക്കൽ മുട്ടുന്നതും. രോദ എന്ന ഒരു കൊച്ചു പെൺകുട്ടി പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, അസാധ്യ കാര്യങ്ങളെ സാധിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല. അത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവദാസന്മാർക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ